അത് നല്ല കളർ ഈ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പഴക്കണം, നല്ല കളറായിരിക്കും. ചെമ്പരത്തി വരിക്കുക നല്ല അതേ കളർ. ഒരു പപ്പായയും അതുപോലെ തന്നെ കുമ്പളം, നീർക്കുമ്പളമൊക്കെ ഉള്ള കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് നമ്മളോടൊപ്പം, ഷാജി ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ, പപ്പായ പിന്നെ കുമ്പളം പിന്നെ വേറെ ഏതൊക്കെ ഉള്ളത് ചേട്ടൻ്റെ? വേറെ പയർ ചെയ്യുന്നുണ്ട്, പിന്നെ കോവൽ ചെയ്യുന്നുണ്ട്, സലാഡ് വളരെ ചെയ്യുന്നുണ്ട്, അങ്ങനെ പച്ചക്കറി കുറച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ വേറൊരു പ്രത്യേകത ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് കല്ലിയൂർ പഞ്ചായത്ത് ആണല്ലേ? അത് സാധാരണ നമ്മൾ ഈ കഞ്ഞിക്കുഴി എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷെ കല്ലിയൂർ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാലും കൃഷിയാണ്. പിന്നെ പാലപ്പൂരാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഏരിയ. പാലപ്പൂര്, പഞ്ചക്കരി, അപ്പോൾ അതാണ് കൃഷി തന്നെയാണ്. കുറച്ച് ഇങ്ങനെ നിരന്ന് കാണുന്ന ഏരിയ ഉണ്ട്. ഇവിടെ ഞാൻ അവിടെ എവിടെയല്ലേ ഉള്ളൂ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള കല്ലിയൂർ പഞ്ചായത്ത് തന്നെ ആയിരിക്കും. കല്ലിയൂർ പഞ്ചായത്ത് തന്നെ. ചേട്ടാ, ഈ പപ്പായ ഏതാണ്? റെഡ് ലേഡിയാണോ? റെഡ് ലേഡിയാണ് വെച്ചിരിക്കുന്നത്. റെഡ് ലേഡി. ഇത് എത്ര നാളെടുക്കും ഈ പപ്പായ? നട്ട് പിന്നെ 2 മാസം ആകുമ്പം പൂ ആരംഭിച്ചു തുടങ്ങും. കായ ആരംഭിച്ചു തുടങ്ങും. ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 6 മാസമാവും ശരിക്കും മൂത്തുവരാൻ. അത് കണ്ടാൽ നമുക്കറിയാം. ഈ ചെറിയ ഈ കണ്ടോ ഇത് ഏകദേശം വിളവെടുപ്പാനുള്ള പ്രായമായി അതിൽ താഴെത്തിരിക്കുന്നതായിട്ടുണ്ടല്ലേ? അപ്പോൾ എത്ര നാൾ ഇത് കിട്ടും പപ്പായ? കേടില്ലെങ്കിൽ പിന്നെ 1 വർഷത്തോളം. അതിന് 1 വർഷത്തോളം പറിച്ചു തുടങ്ങി കഴിഞ്ഞാൽ 1 വർഷം പറിക്കാൻ കിട്ടും. 1 വർഷമേ ഉള്ളൂ അല്ലേ എൻ്റെ ആയുസ്? പുതിയ തൈ വയ്ക്കണം. ഓക്കെ. ഇപ്പോൾ ഈ റെഡ് ലേഡി ഉണ്ട്, പക്ഷേ ഇത് ഏതാണ്? എല്ലാം ഇത് തന്നെയാണ്. ചിലത് ഇങ്ങനെ ഇനം തിരിഞ്ഞ് വരുന്നത് പോലെ വരുന്നതാണ്, പക്ഷേ അതിൻ്റെ വ്യത്യാസമുണ്ട് ഷേപ്പിന്. എല്ലാം ഒരു തന്നെയാണ്. അത് മാത്രമല്ല, ഇത് ഒരു പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ അത് എത്ര കിലോ ആണ്? പിന്നെ 3 കിലോ ഉള്ളത്. 3 കിലോ. അപ്പം നല്ല വിലയും അല്ലേ അതിന്? ഞാൻ ഇവിടെ 30 രൂപയാണ് കൊടുക്കുന്നത് കിലോയ്ക്ക്. അല്ല, വെളിയിലൊക്കെ നല്ല വിലയുണ്ട്. കിട്ടും. പിന്നെ കാരണം കച്ചവടക്കാർക്കാണ് കൊടുക്കണം. അവർ പിന്നെ കൊണ്ടുപോയി വില കൂട്ടി വിൽക്കും. എങ്കിൽ അവർക്കും. ഈ പപ്പായ ചേട്ടാ ഈ ഇടവിളവ് അങ്ങനെ വെച്ചിരിക്കുന്നതാണോ അതോ മെയിൻ പപ്പായ തന്നെയാണോ ചേട്ടൻ്റെ കൃഷി? ഇല്ല, ഞാൻ സൈഡ് വഴി ഇങ്ങനെ ഇത്തിരി കുറേ നട്ടിരിക്കുന്നതാണ്. അങ്ങനെ പപ്പായ നട്ടിരിക്കുന്നതാണ്. ഇവിടെ കുമ്പളം കുറേ നിൽപ്പുണ്ട്. അപ്പോൾ ഈ കുമ്പളം കൃഷി രീതി എങ്ങനെയാണ് സാധാരണ? കുമ്പളം നട്ട് പിന്നെ 1.5 മാസം ആകുമ്പം കായായി തുടങ്ങും. 1.5 മാസം. മറ്റുള്ള പച്ചക്കറിക്ക് ചെയ്യുന്നത് പോലെയുള്ള പണി ചെയ്യണം. മൂട്ടിൽ ഉരം ചെയ്യണം, വളം ചെയ്യണം, പിന്നെ വെള്ളം നനയ്ക്കണം, അങ്ങനെയുള്ള പണി ചെയ്യണം. പിന്നെ കീടങ്ങൾ ഇത്തിരി കുറവാണ്. മറ്റുള്ള കൃഷി അപേക്ഷിച്ചുള്ള കീടം ഇല്ല. അതിൽ കായ്ക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു വലിയ കുഴപ്പം വരുന്നില്ല. കുറച്ച് നാൾ നിൽക്കുന്നില്ലേ കുറച്ച്. ഈ കുമ്പളത്തിന് പക്ഷേ അത്രയും ഡിമാൻഡ് ഉണ്ടോ? കുമ്പളം ഡിമാൻഡ് ഉണ്ടല്ലേ? കുമ്പളം പിന്നെ കൂടുതൽ ഇപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെയാണ് ഇത്തിരി പേര് വാങ്ങിക്കുന്നതെന്നാണ് പറയണത്. പിന്നെ അല്ലാതെ പിന്നെ പച്ചക്കറിയായിട്ട് കറി വയ്ക്കാൻ എടുക്കും. കുമ്പളം അത്യാവശ്യം കർഷകന് ആദായം കിട്ടുന്ന കൃഷി തന്നെയാണ്. എത്ര നാൾ നമുക്ക് എടുക്കാൻ പറ്റും? അത് പിന്നെ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ 3 മാസം വരെ. 3 മാസം കിട്ടും. 3 മാസം എടുത്ത് തുടങ്ങുന്നത് മുതൽ 3 മാസം. അപ്പോൾ ഇതിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണോ ഡിമാൻഡ് പറഞ്ഞത്? കിലോ തൂക്കം തന്നെയാണ്. കുമ്പളല്ലാതെ ചേട്ടൻ വേറെ പയർ ചെയ്യുന്നുണ്ട്. വള്ളിപ്പയർ. പിന്നെ ചതുരപ്പയർ ചെയ്യും. അത് സീസണിൽ മാത്രമേ ഉള്ളൂ. ചതുരപ്പയർ സീസണിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കോവലുണ്ട്. പിന്നെ സലാഡ് വെള്ളരി ചെയ്യുന്നുണ്ട്. ഈ കോവല് ഒരു പ്രാവശ്യം നട്ട്. ഇപ്പം കുമ്പളത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുമ്പളം ഒരു 3 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞു. പക്ഷെ കോവല് എത്ര 25 വർഷമൊക്കെ ആയിട്ടുള്ള കോവല് നമ്മളെ വയലിൽ അത്രയും ദിവസമൊന്നും കിടക്കുന്നില്ല, കേടായി പോകുന്നു. പിന്നെ 1 വർഷം കിട്ടും. 1 വർഷം കിടക്കുന്നുണ്ട്. 1.5 വർഷം. ചില സ്ഥലത്തൊക്കെ പണ്ടൊക്കെ കിടക്കുമായിരുന്നിരിക്കും എന്നാണ് കിടക്കും. ഇപ്പോഴും ഇങ്ങനെ പ്രകൃതിയുടേതായിരിക്കും. ഇവിടുന്ന് 1 വർഷമൊക്കെ ആകുമ്പോൾ കേടായി പോകുന്നു. മഞ്ഞളിൽ പോന്നിട്ട് പിന്നെ അതിൽ പുതിയ കൊണ്ടൊന്നും കാണില്ല, കാ പിടിക്കില്ല. അപ്പോൾ പിന്നെ അറുത്ത് കളഞ്ഞിട്ട്. പക്ഷേ കോവൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലാഭമുള്ള കൃഷിയാണ്. പിന്നെ അതിന് ആയിക്കഴിഞ്ഞാൽ പിന്നെ പണിക്കൂലി കുറവാണ്. ജോലിക്കൂലി ഇത്തിരി കുറവാണ്. പിന്നെ പറിക്കുന്നതൊക്കെ വളപ്രയോഗം ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യണം. ചാണകമാണ് അത്യാവശ്യം. ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്. ഇത് എടുക്കുന്നതാ 4 ദിവസം കണക്കാക്കി എടുക്കും. 4 ദിവസം കണക്കാക്കി പറിക്കാൻ പറ്റും. അങ്ങനെ എത്ര 1 വർഷത്തോളം എടുക്കും അല്ലേ? 1 വർഷം. കേടില്ലെങ്കിൽ 1 വർഷം നല്ലതായിട്ട് കിട്ടും ആദായം. കോവലിന് അത്രയും ഡിമാൻഡ് ഉണ്ടോ മാർക്കറ്റിൽ? നമ്മൾ ഇപ്പോൾ വിറ്റ് പോകുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ വിറ്റ് പോകാൻ ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാടല്ല, വിറ്റ് പോകുന്നുണ്ട്. 40 രൂപ വിലയുണ്ട്. ചേട്ടാ, ഈ പപ്പായ ഒരു ചെടിയിൽ നിന്ന് എത്രത്തോളം കിട്ടും? ഇതിൽ ഒരുപാട് കായ് കാണുന്നുണ്ടല്ലോ. പിന്നെ ചിലതിനൊരു മഞ്ഞ ഫംഗസ് പോലത്തെ രോഗമുണ്ട് ചെടിക്ക്, പപ്പായ ചെടിക്ക്. ആ രോഗം വന്നില്ല എങ്കിൽ പിന്നെ 100 കിലോയിൽ കുറയാതെയുള്ള ആദായം കിട്ടും ഒരു ചെടിയിൽ നിന്ന്. 100 കിലോ. അപ്പോൾ ആവറേജ് എല്ലാത്തിൽ നിന്നും കിട്ടുന്നുണ്ട്.
ഈ മഞ്ഞ ഫംഗസ് വന്നില്ല എങ്കിൽ അപ്പോൾ അതിന് എന്തൊക്കെ വേറെ എന്തൊക്കെ രോഗങ്ങൾ വരുന്നത്? ഈ മഞ്ഞളിപ്പ് തന്നെയാണ് കൊണ്ടുവരും, മഞ്ഞളിപ്പ് വരും. അതിൽ പിന്നെ കായപിടുത്തം കുറയും. അല്ല, സ്വാഭാവികമായിട്ടും ഈ പപ്പായ എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുന്ന അധികം വളപ്രയോഗങ്ങളോ അല്ലെങ്കിൽ അധികം കീടങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവം. കീടനാശിനി അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ചാണകപ്പൊടിയാണ് അത്യാവശ്യം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പമുണ്ണാക്ക് ഇങ്ങനെയുള്ള മൂട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ തൈ വാങ്ങുന്നതാണ്. നഴ്സറി പോയിട്ട് റെഡ് ലേഡിയുടെ തൈ വാങ്ങിച്ച് കൊണ്ടുവന്ന് നടന്നതാണ്. അല്ല, നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതല്ല. ഇവർ പുറത്തുനിന്ന് ഇവിടുന്ന് വിത്ത് വരുത്തിയൊക്കെ ചെയ്യുന്നതാണ്. ഈ റെഡ് ലേഡി അല്ലാതെ വേറെ ചെയ്യുന്നത്? റെഡ് ലേഡിയെ വിറ്റ് പോവുള്ളൂ. ഡിമാൻഡ് കൂടുതൽ റെഡ് ലേഡി. അതെ, വിറ്റ് പോവുള്ളൂ. പിന്നെ പഴുത്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യില്ല റെഡ് ലേഡി ആകുമ്പോൾ. സാധാ പപ്പായ ആണെങ്കിൽ പഴുത്ത പിറ്റേ ദിവസം മുതൽ ചീഞ്ഞു തുടങ്ങും. ഇതങ്ങനെ ഇല്ല, ഇത്തിരി ദിവസം ഇരിക്കും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ റെഡ് ലേഡി. ഈ പപ്പായക്ക് വെള്ളം എത്ര വേണം അല്ലെങ്കിൽ അങ്ങനത്തേക്ക്? വെള്ളം വേനൽക്കാലത്ത് വെള്ളം നന അത്യാവശ്യമാണ്. അത്യാവശ്യമാണ് എങ്കിലും ശരിക്കും കായപ്പെട്ട് നല്ല മൂത്ത് വരുള്ളൂ. അല്ല, നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്നതൊക്കെ പപ്പയൊന്നും ആരും ശ്രദ്ധിക്കാറ് പോലും. അത് അത്രയ്ക്കുള്ള കായ വലിപ്പം കിട്ടുള്ളൂ. ഇതിനാവശ്യത്തിന് വെള്ളം വേനൽക്കാലത്ത് നല്ല വെള്ളം നന അത്യാവശ്യം തന്നെയാണ്. വളപ്രയോഗം ചെയ്യാറുണ്ടല്ലോ? പിന്നെ കൂടുതൽ ജൈവ വളം ആ രീതിയിലുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് എല്ലുപൊടി, വേപ്പപിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടി. സാധാരണ രീതിയിലുള്ള വളപ്രയോഗവും എല്ലാം പരിചരണം വേണം, എങ്കിലേ ശരി സൈസ് ആയി കിട്ടുള്ളൂ. പപ്പായ വെറുതെ നട്ടിട്ട് പോകാൻ പറ്റില്ല. ഇത് പിന്നെ ഇത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ വിറ്റ് പോവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അത്യാവശ്യം ലാഭമുള്ളതാണല്ലേ? ലാഭമുള്ള കൃഷി തന്നെയാണ്. ഒരു കിലോ ഇപ്പോൾ ഒരു ചെടിയിൽ നിന്ന് 100 കിലോ എന്ന് പറയുമ്പോൾ തന്നെ 30 രൂപ വെച്ച് കൊടുത്താൽ തന്നെ 3000 രൂപയായി. നല്ല ലാഭമുള്ള കൃഷി തന്നെയാണ്. പച്ചക്കറിക്കൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്കുമുള്ള ശരിക്കുള്ള പണി ചെയ്യണ്ട. കീടനാശിനിയാ അതൊക്കെ ഇത്തിരി കുറച്ച് മതി പപ്പായക്ക്. അത് വേണ്ട. പക്ഷേ എന്നിട്ടും ഈ ഫുള്ള് പപ്പായ നടാതെ സൈഡിൽ മാത്രം നട്ടിരിക്കുന്നത് ചിലപ്പോൾ പിന്നെ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. റിസ്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പിന്നെ മാർക്കറ്റിംഗ് കൂടെ നോക്കിയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് വിറ്റ് പോകുന്നുള്ളൂ. അത്രയും പോകുന്ന അതുകൂടെ നോക്കിയിട്ടാണ് ഇത്രയും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുമ്പളം നല്ല രീതിയിലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. കുമ്പളം അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ കുമ്പളം വിറ്റ് പോകുന്നുണ്ട്. ചേട്ടാ, അതുപോലെ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഈ പപ്പ നമ്മളെ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ചിലത് പൂക്കുമ്പോൾ ആണായിരിക്കും. അപ്പോൾ അതിൽ കായ വരില്ല. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ ഇതിലങ്ങനെ ഇല്ല. നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അവർ ഇത് ചെയ്ത് തരുന്നത് ആ രീതിക്ക് റിസർച്ച് ചെയ്തെടുത്ത് തൈ ആക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇതിലൊക്കെ അങ്ങനെ ഒരു സംഭവം സംഭവിക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച നട്ട തൈയിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ആൺപപ്പായ വന്നിട്ടില്ല. ചേട്ടാ, ഈ ചില ഇവിടെ നോക്കുകയാണെങ്കിൽ നീളത്തിലുള്ളതാണ്, ചിലത് നല്ല ഉരുണ്ടതാണ്. അപ്പോൾ ഈ വ്യത്യാസം എങ്ങനെ വരുന്നത്? അത് നമ്മളിങ്ങനെ തൈ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുന്നില്ല. നട്ട് കായായി വരുമ്പോഴേ അത് ശരിക്കും എന്തിനാണ് അങ്ങനെ സൈസിൻ്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും നീളമുള്ള പപ്പായാണ് നല്ല വെയിറ്റ് ഇരിക്കുന്നതും കാണാൻ നല്ല ഭംഗിയും പിന്നെ വിറ്റ് പോകുന്നതും. അത് നല്ല ഭംഗിയാണ്, പിന്നെ വെയിറ്റ് ഇരിക്കുന്നുണ്ട്. ഉണ്ട പപ്പായ അത്ര വെയിറ്റ് വരുന്നില്ല. ചേട്ടാ, ഈ റെഡ് ലേഡിയെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര ചുവപ്പായിരിക്കും. നല്ല ചുവപ്പായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഇതിപ്പോൾ ശരിക്കും നന്നായി പഴുത്തിട്ടില്ല, എന്നാലും ചുവപ്പ് കാണാം, കളറുണ്ടാവും. സാധാരണ എടുക്കുന്ന നല്ല മധുരം കാണും. ഇതിപ്പോൾ കഴിച്ച് നോക്കി അറിയാം. അത് നല്ല കളർ. ഈ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പഴക്കണം, നല്ല കളറായിരിക്കും. ചെമ്പരത്തി വരിക്കുക നല്ല അതേ കളർ അതുപോലുള്ള സംഭവം. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ് വരുന്നത് അല്ലേ? കളറുള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പഴുത്ത് ചെയ്യില്ല. കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. കുറച്ച് നാൾ നിൽക്കും. ചെറിയ പപ്പായ നമ്മൾ കൃഷി ചെയ്യുമ്പം, ഇപ്പം വ്യവസായമായിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ വരാറുള്ളത്? ഈ മഞ്ഞളിപ്പ് പറഞ്ഞായിരുന്നു. അല്ലാതെ ശരിക്കും മഞ്ഞളിപ്പ് തന്നെയാണ്. നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നടന്നതാണെങ്കിൽ പിന്നെ അതിൽ ഇതൊരു ആൺപപ്പായ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പിന്നെ മഞ്ഞളിപ്പിൻ്റെ പ്രശ്നം ചില സമയത്ത് പിന്നെ തുടർച്ചയായി മഴ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കാ പിടിക്കില്ല. ആ സമയത്ത് കാ പിടിക്കുന്നില്ല, കുറവായിരിക്കും. മൂത്ത കാ കാണും, ശരിക്കും പാകമായത് ഒന്നും ചെയ്യില്ല. പുതിയ കാതിൽ ഉണ്ടാവില്ല ആ സമയത്ത് തുടരെ മഴ നിൽക്കുന്ന. ഇങ്ങനത്തെ മണ്ണ് വേണോ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ലല്ലോ പപ്പായക്ക്? നമ്മളിപ്പോൾ ഇവിടെ നടുന്ന എല്ലാ വയലിലും ഉണ്ടാവുന്നുണ്ട്. പിന്നെ മണ്ണ് തന്നെ വേണമെന്നില്ല, എല്ലാ വയലിലും ഒരേപോലെ ഉണ്ടാവുന്നുണ്ട്. കാലയളവ് എത്ര കാലം? ഒരു വർഷത്തോളം? ഒരു വർഷത്തിലധികം നിൽക്കുന്നുണ്ട്. ഒരു വർഷം നമുക്ക് എന്തായാലും ഇത് എടുക്കാം. വർഷത്തിന് മുകളിൽ 1.5 വർഷം വരെ നിന്ന പപ്പായ ഉണ്ട്. ഒരു വർഷം നല്ല ആദായം കിട്ടിയിട്ടുണ്ട് അതിൽ. ഒരു വർഷം കൊണ്ട് ഒരു 100 കിലോ കിട്ടും. അപ്പോൾ ഈ ഇത് ഹൈറ്റ് ഭയങ്കര കുറവാണല്ലോ. ഇനിയും ഹൈറ്റ് വയ്ക്കുമോ ഇത്? കുറച്ചുകൂടെ പൊങ്ങിക്കുന്നൊക്കെ ഇത്തിരി നാളായതാണ്, 1.5 വർഷമൊക്കെ ആയത്. നിൽക്കുന്ന നേരത്തെ ഉള്ളതാണ്.
അത് നല്ല കാച്ച പപ്പായാണ്. ഇത് എത്ര നാളായിക്കണം? ഓ ഇതിപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ വന്നതേ ഉള്ളൂ. പിന്നെ തൈയാണല്ലേ? അങ്ങ് താഴ്ന്നൊക്കെ വന്നുണ്ട് അവിടെ നിന്ന്. താഴ്ന്ന് ഇതിനേക്കാളും താഴ്ന്ന കാച്ച പപ്പായകളുണ്ട്. എത്ര നാളുകൊണ്ട് കാഴ്ച തുടങ്ങുന്നു? 2 മാസമാകുമ്പോൾ കാഴ്ച തുടങ്ങണം. 2 മാസം. ഓ 2 മാസം തൊട്ട് നമുക്ക് കാഴ്ച തുടങ്ങി. കാഴ്ച തുടങ്ങും. പക്ഷേ ശരിക്കും അത് മൂത്ത് വരണമെങ്കിൽ 6 മാസം ആവും. 6 മാസം. 6 മാസം ആ കായ മൂത്ത് വരാൻ. ഓ അങ്ങ് അത് വലിയൊരു കാലമാണ്. അത്രയും നല്ല ഇത് വേണം. പക്ഷേ ഈ 6 മാസം കൂടുമ്പോൾ മറ്റതെല്ലാം ഇങ്ങനെ ആയി അതിന് മുകളിലോട്ട് അടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കും ആദായം. കായ് വന്ന് 2 മാസം കൊണ്ട് കായ് വന്നാലും 6 മാസം ശരിക്കും മൂത്ത് പറഞ്ഞത് 5-6 മാസത്തോളം നിന്നാലേ മൂത്ത് വരുള്ളൂ. ഓ അതാണ് പപ്പയുടെ ഒരു ഇതെന്ന് പറയുന്നത്.